everyone, welcome to my new video. ഇന്നത്തെ വീഡിയോ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ ആണ്. ഒരു വ്ലോഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ദിവസമായിരുന്നു. ബിക്കോസ് ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഫുൾ ഡേ ഉണ്ടാവുക. സോ ഐ തോട്ട് ഒരു വ്ലോഗ് എടുക്കാമെന്ന്. പക്ഷെ മറ്റ് വലിയ കാര്യങ്ങളൊന്നും ഞാനിന്ന് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഐ തോട്ട് ഒരു എല്ലാവരും ചെയ്യുന്നത് പോലത്തെ തന്നെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു വ്ലോഗ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. So let's see what I eat in a day. Going to start with a glass of milk. അമൂലിൻ്റെ UHT ട്രീറ്റഡ് മിൽക്കാണ് കേട്ടോ ഇന്ന് ഞാൻ വാങ്ങിയത്. ഈ പാലാകുമ്പോൾ കാച്ചാതെ കുടിക്കാം. തണുത്ത പാൽ കുടിക്കാനാണെങ്കിൽ ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അല്ലാതെ ചൂട് പാൽ യൂസ് ചെയ്യേണ്ട ടൈമിൽ ഐ യൂസ് നോർമൽ മിൽക്ക്. ഇന്ന് ഞാൻ പാലിൽ ചോക്ലേറ്റ് സിറപ്പ് മിക്സ് ചെയ്താണ് കുടിക്കാൻ പ്ലാൻ. സോ ഇത് ഹെർഷീസിൻ്റെ കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി ഇൻഫ്യൂസ്ഡ് ചോക്ലേറ്റ് സിറപ്പാണ്. ഇത് ജസ്റ്റ് പാലിൽ മിക്സ് ചെയ്ത് കുടിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇറ്റ് ടേസ്റ്റ് ബെറ്റർ ഓൾസോ. പിന്നെ ഐ എം നോട്ട് ഗോയിങ് ടു ഹാവ് എനിത്തിങ് എൽസ് ആസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഐ എം മേക്കിംഗ് ദ ഡ്രിങ്ക് എ ലിറ്റിൽ ഹെവി ആസ് വെൽ. മിക്സ് ചെയ്തതിന് ശേഷം ഐ എം ഗോയിങ് ടു ഡ്രിങ്ക് ദിസ് ചോക്ലേറ്റ് മിൽക്ക്. സോ ഞാൻ ഇന്ന് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ് പാലുമായിട്ടാണ്. ഇതിനകത്ത് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് സിറപ്പ് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പാല് കുടിക്കുന്ന ശീലം എനിക്ക് മുൻപുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇതിന് മുമ്പത്തെ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാല് കുടിക്കാറുണ്ടെന്നുള്ളത്. പക്ഷേ ഈ അടുത്തായിട്ട് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വന്നതിന് ശേഷം ഞാൻ ഈ പാല് കുടിക്കുന്ന ശീലം മാറ്റിയായിരുന്നു. അതിന് പകരം ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് ചൂട് വെള്ളം മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഞാൻ മെല്ലെ പാലിലോട്ട് തിരിച്ച് വന്നിട്ട്. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് ഫുഡ് ഐറ്റം പാല് കുടിക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകുവാണ് കേട്ടോ. ലഞ്ചിന് ചോറും കറിയുമാണുള്ളത്. ജാസ്മിൻ റൈസ് വെച്ചുള്ള ചോറാണ് ഞാൻ വീട്ടിൽ വയ്ക്കുന്നത്. ഗ്രീൻ പീസ് കറിയുണ്ട്. വേറെ കറിയൊന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് വൺ കറി ഓർ സൈഡ് ഡിഷ് ഇസ് സംടൈംസ് ഇനഫ് ഓർ ഇറ്റ്സ് ഓൾ വാട്ട് ഐ മേക്ക് ആസ് ഐ ഫീൽ സോ ലേസി ടു മേക്ക് മോർ. വർക്കിന് പോകുന്ന ദിവസങ്ങളിൽ പൊതുവേ ലഞ്ച് കഴിക്കുന്ന ശീലമില്ല. വീട്ടിൽ നിന്ന് ലഞ്ച് കൊണ്ടുപോകാറില്ല. എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുക, അത് മാത്രമേ ചെയ്യാറുള്ളൂ. ബട്ട് ഇന്നിപ്പോൾ എന്തായാലും വീട്ടിലായതുകൊണ്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. ചോറ് ഗ്രീൻ പീസ് കറിയും കഴിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വൈകിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം രാത്രിയിലത്തേക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ യെസ്, ഞാൻ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് കുറച്ച് നേരമായി. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്തെങ്കിലും സ്നാക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്ത സ്ട്രോബെറീസ് കുറച്ച് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിക്കുന്നു അതൊന്ന് എന്താ പറയുക, എന്തെങ്കിലും ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഹാവ് സം സ്ട്രോബെറീസ് നൗ. സ്ട്രോബെറീസ് ഓൾറെഡി ക്ലീൻ ചെയ്ത് കുറച്ച് ടൈം ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ട് വാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ മഹാബലേശ്വർ സ്ട്രോബെറീസ് നല്ല വിലക്കുറവിൽ കിട്ടും. സോ ഈയിടെ ഞാൻ എപ്പോഴും സ്ട്രോബെറീസ് വാങ്ങുന്നുണ്ട്. സ്ട്രോബെറീസ് കഴിക്കുമ്പോൾ ഈതർ ഐ ആഡ് സം കണ്ടൻസ് മിൽക്ക് ഓവർ ഇറ്റ് അല്ലെങ്കിൽ സം ചോക്ലേറ്റ് സിറപ്പ്. ഇപ്പോൾ രണ്ടും ഉള്ളതുകൊണ്ട് ഐ എം ഹാവിങ് മൈ സ്ട്രോബെറീസ് അലോങ് വിത്ത് ബോത്ത്. ഇത് നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ്. ചിലപ്പോൾ ഞാൻ അമൂലിൻ്റെ മിഠായി മെയ്ഡും യൂസ് ചെയ്യാറുണ്ട്. ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പും. ഇങ്ങനെ കഴിക്കുമ്പോൾ സ്ട്രോബെറീസിന് ചെറിയ പുളി ഉണ്ടെങ്കിലും ഇറ്റ് ഡസൻ ബോദർ മീ മച്ച്. Also, strawberries vitamin C ഒരു റിച്ച് സോഴ്സാണ്. സോ ഹാവിങ് സ്ട്രോബെറീസ് ഈസ് എ ഗ്രേറ്റ് വേ ടു ബൂസ്റ്റ് യുവർ ഇമ്മ്യൂണിറ്റി. എനിക്ക് പൊതുവെ കോൾഡ് അലർജീസ് കൂടുതൽ വരുന്നതുകൊണ്ട് ഐ ഹാവ് ഫ്രൂട്ട്സ് ദാറ്റ് ഹാവ് മോർ വൈറ്റമിൻ സി ടു ബൂസ്റ്റ് മൈ ഇമ്മ്യൂണിറ്റി. ആൻഡ് എനിക്ക് ഓറഞ്ചും നാരങ്ങയും അത്രയ്ക്ക് ഇഷ്ടമല്ല. ഒരുപാട് കഴിച്ച അസിഡിറ്റിയും വരും. സോ ബെറീസാണ് കൂടുതലും വൈറ്റമിൻ സി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നത്. ആൻഡ് ദീസ് സ്ട്രോബെറീസ് ആർ റിയലി ക്യൂട്ട് ഓൾസോ. സോ ഞാൻ ഈവനിങ് സ്നാക്ക് പോലെ കുറച്ച് സ്ട്രോബെറീസ് കഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ ഇരുന്നപ്പോൾ രാത്രിയിൽ നല്ല നാടൻ ഊണ് കഴിക്കാനൊരു തോന്നൽ. സോ രാത്രിയിലെ ഫുഡ് ഞാൻ പുറത്തുനിന്നാക്കി. ഇപ്പോൾ ഞാനിവിടെ ബാംഗ്ലൂരിൽ നല്ല നാടൻ ചോറും കറികളും ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മുത്തശ്ശി എന്നാണ്. മടിവാളയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു മലയാളി റെസ്റ്റോറൻറ്റാണ് മുത്തശ്ശി റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം ബാംഗ്ലൂർ മലയാളീസിൻ്റെ ഇടയിലൊക്കെ നല്ലതുപോലെ ഫേമസ് ആയിട്ടുള്ളൊരു മലയാളി റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത്. നല്ല സാമ്പാറും മോരുകറിയും അവിയലും ഒക്കെ കൂട്ടി എത്ര വേണമെങ്കിലും ചോറ് നമുക്ക് ഇവിടുന്ന് കഴിക്കാം. 90 രൂപ ആകത്തുള്ളൂ. വയറ് നിറയെ വരെ നമുക്ക് ചോറ് കഴിക്കാവുന്നൊരു നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. സോ ഞാനിവിടുന്ന് വയറ് നിറയെ ചോറ് കഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. സോ ഞാനിപ്പോൾ പുറത്ത് പോയി വീട്ടിൽ തിരിച്ചെത്തി. ഫുഡൊക്കെ കഴിച്ചു, തിരിച്ചെത്തി. ഇനിയിപ്പോൾ ജസ്റ്റ്
ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം കിടക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ഒരു മൂവി കാണുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നേരെ കിടക്കാൻ പോവുകയാണ്. ഐ എം സോ ടയേർഡ് ഓൾസോ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് നോർമലി ഉള്ള ഒരു ദിവസം ഞാൻ കഴിക്കുന്ന സാധനങ്ങൾ. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ദിവസങ്ങളിൽ മാത്രമാണ്. അല്ലാതെയുള്ള ഒരു നോർമൽ ഡേയിൽ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ഫുഡ് ഐറ്റംസ് ആയിട്ട് കഴിക്കുന്നത്. സോ ദിസ് ഈസ് മൈ വീഡിയോ ഓൺ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഐ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.